നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം കിട്ടുന്ന സമയങ്ങളെല്ലാം ഇപ്പോൾ നോയമ്പ് സമയമാകുന്നു. നാം കിട്ടുന്ന സമയങ്ങളെല്ലാം യേശുവോട് ചേർന്നിരിക്കുക. നാം കുറ്റമുള്ളവരും കുറവുള്ളവരും ആകുന്നു. നാം എന്നാലും കർത്താവ് പറഞ്ഞു, നീ ഇനി മേലിൽ പാപം ചെയ്യരുത് എന്ന്. ഒരു അഴുക്ക സ്ത്രീ എന്ന് എല്ലാവരും പേര് കുത്തിയപ്പോൾ കർത്താവ് പറഞ്ഞ് അവരെ കല്ലെറിയുവാൻ നിന്ന് കർത്താവ് വന്നപ്പോൾ അപ്പോൾ പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന്. അപ്രകാരം നാം ഓരോരുത്തരും കുറവുള്ളവരും കുറ്റമുള്ളവരും ആകുന്നു. നാം ആരും യോഗ്യത ഉള്ളവരല്ല. എന്നാലോ വീണ്ടും വീണ്ടും നമുക്ക് ഓരോ ദിനവും ഓരോ പ്രഭാതവും ദൈവം നമുക്ക് തരുന്ന ആ വിധങ്ങളെ ഓർക്കും ആയുസ്സിന് നാം എപ്പോഴും നന്ദിയുള്ളവരായി ഇരിക്കുക. നമുക്ക് കിട്ടുന്ന ആയുസ് അത് ദൈവനാമത്തിൽ അത് എപ്പോഴും അത് പ്രയോജനപ്പെടുത്തുക. നമ്മേക്കാൾ ശ്രേഷ്ഠന്മാർ, നമ്മേക്കാൾ ഉദ്യോഗസ്ഥർ, സാമ്പത്തികമുള്ളവർ, സ്റ്റാൻഡേർഡുള്ളവർ എത്രയോ പേര് ഈ കഴിഞ്ഞ ദിവസം നമ്മളെക്കാൾ ശ്രേഷ്ഠം എത്രയോ പേര് ഈ ലോകം വിട്ട് മാഞ്ഞുപോയി. എന്നാൽ പാപികളും ദോഷികളും കുറ്റക്കാരും കുറവുള്ളതായ നമുക്ക് വീണ്ടും ഒരു ഉച്ച സമയം കൂടെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഒരുക്കുന്ന ആ നല്ല വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ള മക്കളായി നാം ഒരുങ്ങുക. എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളെ പറഞ്ഞ് നമ്മളെ ആയുസ്സിനെ കളയുന്നവരായിട്ടല്ല. നാം തന്നെത്താൻ താഴുന്നവനെല്ലാം കർത്താവ് ഉയർത്തും. തന്നെത്താൻ ഞാൻ വലുതെന്ന് ഉയരുന്നവനെല്ലാം കർത്താവ് താഴ്ത്തും. അത് കർത്താവിൻ്റെ വചനം. കർത്താവ് ഒരു സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ നീ പാപം ചെയ്യരുതെന്ന്. അവൾ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അത് മുഖാന്തരം അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും നന്ദിയുള്ളവരായി നല്ല വാക്കുകൾ പറയുന്നവരായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് ഒരു മക്കൾ ദുഃഖത്തിലും വേദനയിലും മദ്യപിച്ച് വരുന്നവരെ നമ്മൾ വിരട്ടി വിടുന്നവരെ അവരെ ചേർത്ത് പിടിക്കുക, അവരെ ഉപദേശിക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കള്ളൻ വരുമ്പോൾ കള്ളൻ എന്ന് പറഞ്ഞ് അവനെ ഓട്ടിക്കുന്നവരായിട്ടല്ല, അവനോട് ചേർത്ത് പിടിച്ചാലേ നമുക്ക് അവനോട് തിരുവചനം പറഞ്ഞു കൊടുക്കുവാൻ പറ്റത്തുള്ളൂ. നാം കള്ളനെന്ന് അവനെ അകറ്റിവിട്ടാൽ അവൻ നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മുടെ കർത്താവ് പറയുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കുക, അവരോട് സുവിശേഷം പറയുക, നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. ശത്രുവായിരിക്കും, നമ്മളെ ഉപദ്രവിക്കുന്നവരായിരിക്കും. എന്നാലും നാം അവരുടെ കർത്താവ് അതിൻ്റെ പ്രതിഫലം നമുക്ക് 100 മടങ്ങായി മടക്കിത്തരും. അതുകൊണ്ട് ഈ ലോകമോഹങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകുന്നവരായിട്ടല്ല, മനുഷ്യൻ്റെ മുഖം നോക്കുന്നവരായിട്ടല്ല, നമ്മളെ സമ്പത്തിൽ നമ്മൾ മയങ്ങുന്നവരായിട്ടല്ല, നാം മറ്റുള്ളവർക്കൊരു പ്രയോജനമുള്ളവരായിട്ട് നമ്മളെ വായിൽ വരുന്ന ദൂഷണം പറയുന്ന ആ സമയം